ലത മാഡവും റോയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് ഒരു ചെറിയ റൂമർ ഞാൻ കുറെ വീഡിയോസിലൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? അതിന് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ അറിവിൽപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. ഇവർക്ക് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു, റിസോർട്ട് ക്ലബ് ഹൗസും അതൊക്കെ തേർഡ് ലൈനിലേക്ക് വരുമ്പോഴാണ് ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് റോയിയുടെ ഐഡിയ ആയിരുന്നു. അത് നല്ല ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഒരു ഒഫീഷ്യൽ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത്, ഞാനത് പറയുന്നില്ല, അത് ആ റെയ്ഡിൽ സാർ അവിടെ ഇവിടെ തൊടാതെ എന്ന് പറഞ്ഞാലും ഒരു സം സസ്പീഷ്യസ് ഇഷ്യൂ ഉണ്ടാവുന്നു. അതിനെ അത് നമ്പൂതിരി സാറിന്റെ കഴിവാകാം, അല്ലെങ്കിൽ നമ്പൂതിരി സാറിന്റെ നമുക്ക് ബന്ധങ്ങളാകാം ബാംഗ്ലൂരിലെ. കാരണം ബാംഗ്ലൂരിൽ കേരളം പോലെ അല്ല. ബാംഗ്ലൂരിലെ പൊളിറ്റീഷ്യൻസും റിയൽ എസ്റ്റേറ്റുകാരും ഒഫീഷ്യൽസും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ബന്ധമല്ലത്, എല്ലാം ഫൈനാൻഷ്യൽ ബന്ധങ്ങളാണ്. ആ ബന്ധത്തിന്റെ ബേസിൽ ആ കേസ് അന്ന് അവിടെ ഡിസോൾവ് ചെയ്യുകയും, പക്ഷെ നെക്സ്റ്റ് ഡേ ഈ സസ്പെൻഡ് ഫ്രം ദാറ്റ് ഡിസോൾവ്. ഓക്കെ, അപ്പം അന്നോട്ട് പിന്നെ ആള് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഇല്ല. The next day. Okay. Not saying that the next day. Okay. He is not a part of Crystal Group. ശരി, ഈ ഓഡിയോ കേട്ടല്ലോ. ഈ ഓഡിയോയിൽ കഴിഞ്ഞ ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത ചെയ്തതിന്റെ, നമ്മൾ മീഡിയ മലയാളത്തിൽ ഒരു വാർത്ത ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാൻ എയറിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ താഴെ ഇറങ്ങിയോന്ന് എനിക്കറിയില്ല, എന്നാലും എയറിലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ആളുകളോട് ചോദിച്ചതിന് ശേഷമാണ് ആ വാർത്തകളിലേക്ക് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഇങ്ങനെ കുറേ നെഗറ്റീവ് കമന്റ്സ് അതും ഇതൊക്കെ ഒന്ന്, പൊതുവേ നെഗറ്റീവ് കമന്റ്സ് ഒന്നും നോക്കാത്തത് കൊണ്ട് പല ആളുകൾ അയച്ചു കഴിയുമ്പോഴാണ് നമ്മളെ ഇങ്ങനെയൊക്കെ തെറി വിളിക്കുന്നുണ്ടോ കൊള്ളാലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. ചിലതൊക്കെ ഭയങ്കര രസം പോലെ എടുക്കും, ചിലത് സങ്കടം വരും, ചിലത് കേൾക്കാൻ പോകില്ല, അങ്ങനത്തെ പല പല രീതിയിലൊക്കെ അതങ്ങ് വിടും. പക്ഷെ ഈ ഒരു സംഭവം വന്ന് പലരും ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കിതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നറിയണം എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ കണ്ണിപ്പെടുന്നത്. മജു ജോസഫ് എന്ന് പറയുന്ന ഒരു പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അദ്ദേഹം ഇടുന്നത്, അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇതിൽ ഈ തുടക്കത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, അതായത് ഈ 35-ാമത്തെ വയസ്സിൽ സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സമയത്താണ് റോയി ഫ്ലൈറ്റ് വാങ്ങിയത്. ഇതിന്റെ ഇൻകം ഓഫ് സോഴ്സ് എന്താണ്? അതെ 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 വരുമാനത്തിന്റെ സ്രോതസ് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ആ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം എന്തുകൊണ്ട് ഇതുവരെ ആരും ചോദിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ല, ഇത് ചോദിക്കാത്തതിന്റെ പ്രശ്നം എന്താ വെച്ചാല്, ആളുകൾ എല്ലായ്പ്പോഴും ജോയിയുടെ അല്ലെങ്കിൽ ഈ റോയിയുടെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ നമ്പൂരിയുടെ പ്രശ്നം എന്താണെന്നുള്ള ഈ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആർക്കും താല്പര്യമില്ല. പുറമോടിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനോ അതിനെ കുറ്റപ്പെടുത്താനും ചീത്ത വിളിക്കാനേ ഉള്ളൂ. ഈ ഉള്ളറകളിലേക്ക് വരുമ്പോഴാണ് ഈ തന്നെ പറയുന്ന കാര്യങ്ങൾ വരുന്നത്, അല്ലേ? അതെ. അപ്പൊ ഈ ശരിയാണ് സിനി ചോദിക്കുന്നത്. ഇദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് ഒരു സാധാരണക്കാരന് പോട്ടെ, ഇനി ഒരു കോടീശ്വരനായിക്കോട്ടെ, 35-ാമത്തെ വയസ്സിൽ ഒരാൾക്ക്, റോയിയെ സംബന്ധിച്ച് റോയി വലിയ സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നുള്ള ഒരാളാണ് എന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. കാരണം റോയി തന്നെ പല ഇന്റർവ്യൂവിലും പറഞ്ഞ് ഞാൻ കേട്ടുള്ളത്, അച്ഛനൊരു ബേക്കറി കട നടത്തുന്ന ഒരാളാണ്, അമ്മ വസ്തുവൊക്കെ വാങ്ങി ഇങ്ങനെ വീടൊക്കെ വെച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അമ്മയും ഇയാളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് വല്ലാത്ത രീതിയിലാണ് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ നമ്പൂതിരി എന്ന് പറയുന്ന ആൾ വളരെ സാമ്പത്തികമുള്ള വീട്ടിൽ ആളായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് സാമ്പത്തികമുള്ള വീട്ടിൽ നിന്ന് വന്ന ആളാണെന്നും പറയുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പോലും ഒരു ഫ്ലൈറ്റ് ആ സമയത്ത് വാങ്ങിയിട്ടില്ല, ഇത്രയും സാമ്പത്തികമായി നിൽക്കുന്ന ഒരാൾ. അപ്പൊ എങ്ങനെയായിരിക്കും റോയിക്ക് ഫ്ലൈറ്റ് വാങ്ങാനുള്ള പൈസ ഉണ്ടായത്? ഈ റോയിയുടെ കടന്നുവരവിനെ കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കണം. ഈ നമ്പൂതിരി ഒരു വലിയ ബിസിനസ് സംരംഭം തുടങ്ങുന്നു. ഇയാൾ ഗൾഫിൽ പോയി കുറെ പണമൊക്കെ കൊണ്ടുവന്നിട്ട് നാട്ടിൽ സംരംഭം തുടങ്ങാം. ഈ സംരംഭം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയെ ചില കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഫിനാൻസ് കാര്യങ്ങൾ നോക്കണം, സെയിൽസിന്റെ കാര്യങ്ങൾ നോക്കണം, ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന റോയി ഈ സ്ഥാപനത്തിൽ ഒരു ജോലിക്കാരനായിട്ട് വരുന്നത്. ജോലിക്കാരനായിട്ട് വരുന്നത് മാത്രമല്ല, വളരെ വിശ്വസ്തനായിട്ട് പറഞ്ഞു എല്ലാ ദിവസവും വന്ന് ഈ നമ്പൂതിരിയുടെ കാൽ തൊട്ട് തൊഴുതതിന് ശേഷം തന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഭാര്യയുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ സഹായം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഈ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് റോയിയുടെ സഹായം വളരെ ഗുണകരമാകുന്നു. മാത്രമല്ല പിന്നീട് ഈ സ്ഥാപനം വളർന്ന് വരുമ്പോൾ കൂടുതൽ പ്രോപ്പർട്ടി വാങ്ങണം. കേരളത്തിന് പുറത്ത്, ബാംഗ്ലൂരിന് പുറത്തൊക്കെ പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് എല്ലായിടത്തും ഈ ഉടമയ്ക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഇയാൾ പതുക്കെ പ്രൊജക്ട് മാനേജർ ആകുന്നു റോയി. അതിനുശേഷം സെയിൽസ് മാനേജർ ആകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും റോയിക്കൊപ്പം ഈ നമ്പൂതിരിയുടെ ഭാര്യയും യാത്ര ചെയ്തിരുന്നു. കാരണം ഒഫീഷ്യൽ ആയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
സ്വാഭാവികമായിട്ടും ഈ ഭാര്യയുടെ കുറച്ച് സിമ്പതി അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ പിടിച്ചു പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഒരുപക്ഷെ ഭാര്യയുടെ കൂടി പിന്തുണയുള്ള റോയിക്ക് സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുന്നത്. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ റോയി ഈ ബിസിനസ് സാമ്രാജ്യം വലുതാക്കാനായിട്ട് റിസോർട്ടുകൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലബ് ഹൗസും ഒക്കെ നിർമ്മിക്കുന്നു. അവിടെ വലിയ വലിയ ബിസിനസ് മീറ്റ് നടത്തണം. രാഷ്ട്രീയക്കാരെയോ സിനിമാക്കാരെയോ ഒക്കെ കൊണ്ടുവന്ന് ട്രീറ്റ് നടത്താനോ അല്ലെങ്കിൽ അവിടെ ഒരു മദ്യപര പാർട്ടിയൊക്കെ നടത്താനോ ഒക്കെ ഇത്ര ക്ലബ് ഹൗസുകൾ വേണം. അങ്ങനെ എങ്ങനെയോ ഒരു സംഭവത്തിൽ ഈ പറയുന്ന റോയിക്ക് വേണ്ടിയിട്ട് ഭാര്യ ഒരുപാട് പിന്തുണ നൽകുമ്പോൾ ഈ നമ്പൂതിരി അസ്വസ്ഥനാകുന്നുണ്ട്. എന്തിനാണ് ഇയാളെ ഇത്രയും പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ വിചാരിച്ചു. കാരണം ഞാൻ ആവശ്യത്തിന് അയാളെ സഹായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇരിക്കെ ഈ ക്ലബ് ഹൗസിൽ ഒരു റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡിന് നേതൃത്വം കൊടുത്ത അന്നത്തെ അവിടുത്തെ പോലീസ് കമ്മീഷണറും ഈ നമ്പൂതിരിയുടെ സുഹൃത്തൂടെയാണ്. എന്നിട്ട് നമ്പൂതിരിയുടെ സുഹൃത്ത് ഈ പോലീസ് കമ്മീഷണർ നമ്പൂതിരിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് ധന്യ കേട്ട ആ ഓഡിയോയിലുള്ളത്. ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ അവിടെ കണ്ടു. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി നമ്പൂതിരിയോട് പറയുന്നുണ്ട്. അത് അധികം ഞെട്ടിപ്പോയി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം അത് വളരെ കൃത്യമാണ് ധന്യവാദം. അതായത് കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ രണ്ടുപേരെ കണ്ടു. ആ രണ്ടുപേര് ആരാണെന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാൻ അത് വീണ്ടും പറഞ്ഞാൽ അത് തന്നെ ഏർക്കട്ടെ, അതുകൊണ്ട് വേണ്ട, അത് അവര് തീരുമാനിക്കട്ടെ. കാരണം ഇത് നമ്മൾ പറയുന്നതല്ല, ഇത് മറ്റൊരാൾ ഇവരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ അത് കണ്ടതിന്റെ നെക്സ്റ്റ് ഡേ ഇദ്ദേഹത്തെ പുറത്താക്കുന്നു. CJ റോയി, അദ്ദേഹം ഈ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹം അത്രയും വലിയ വിശ്വസ്തൻ, അല്ലെങ്കിൽ പണ്ടേ പറയും അമിത വിനയം കാണിക്കണവനെ എന്ന് വിശ്വസിക്കരുതെന്ന് പണ്ടേ പറയും. രാവിലെ ഒന്ന് കാലി തൊട്ടുവിട്, അത് കാല് വലിച്ച് താഴെ ഇടാനെന്നൊക്കെ പണ്ട് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം പുറത്താക്കിയതിനു ശേഷം ഈ റോയി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് 2005 ഞങ്ങൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചതിന് ശേഷം ഇയാൾ പോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ എടുത്തോ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നിങ്ങൾ എടുത്തോ. ഞാൻ ആലോചിച്ചപ്പോ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ എല്ലാ വരുമാനവും കൊണ്ടൊരു സ്ഥാപനം തുടങ്ങുന്നു. അതിൽ ഒരു പണവും നിക്ഷേപിക്കാതെ ഒരാളെ പിടിച്ച് അവിടുത്തെ പ്രൊജക്ട് മാനേജറോ അല്ലെങ്കിൽ ഏറ്റവും വലിയ വിശ്വസ്തനാക്കുന്നു. നാളെ അയാളുടെ കുടുംബം തന്നെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവൻ വളർന്നു എന്ന് കണ്ടപ്പോൾ ഈ വ്യക്തിയെ അയാൾ പുറത്താക്കി കഴിഞ്ഞപ്പോ ഈ ഒരു പൈസയും ചെലവാക്കാതെ പുറത്തു നിൽക്കുന്നവൻ പറയാണ്, പൈസ ചെലവാക്കിയവരോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നമുക്ക് ഷെയർ പിരിയാ, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ എടുത്തോ, വേണ്ടാത്തതൊക്കെ എനിക്ക് തന്നു. അപ്പൊ ഞാൻ ആലോചിക്കണം, ഈ കഷ്ടപ്പെട്ട മനുഷ്യൻ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ കയറി കിടന്നിട്ട് ഇതെന്റെ ബെഡ്റൂമാണ്, ഇനി നിനക്ക് വേണ്ട റൂം നീ എടുത്തോ എന്ന് പറയുന്നത് പോലുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഇദ്ദേഹത്തോട് ജോലിക്കാരെ വേണമെന്ന് പറയുന്നു. ഇത് ഇയാൾ തന്നെ, ഈ റോയ് തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നു. റോയ്ക്ക് കൊടുത്ത അധികാരം ആലോചിച്ചു. റോയ് ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നിട്ട് പോലും ബിസിനസ് പാർട്ണർ ആക്കി. അപ്പൊ പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കണമല്ലോ. ആ എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ പൈസ കൊടുത്തൊന്നും ആയിരിക്കത്തില്ലോ, എന്റെ പാർട്ണർ ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ പാർട്ണർ ഒരുപക്ഷെ ഈക്വൽ പാർട്ണർ വരെ ആകാം. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ റോയിയെ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലങ്ങളും വാങ്ങി ഈ കമ്പനി കൂട്ടി. ഈ കമ്പനി വാങ്ങി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് കമ്പനിയുടെ പേരിലോ ഈ നമ്പൂരിയുടെ പേരിലോ ഭാര്യയുടെ പേരിലോ ഒക്കെ രജിസ്റ്റർ ചെയ്യണം. പക്ഷെ റോയ് ചെയ്തെല്ലാം സ്വന്തം പേരിലാക്കി അല്ലെങ്കിൽ ബെനാമി പേരിലാക്കി. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് പിരിയുമ്പോൾ മൊത്തം ആസ്തി എടുത്ത് നോക്കുമ്പോൾ വലിയൊരു പങ്ക് ആസ്തിയും ഈ റോയ്ക്ക് അവകാശപ്പെട്ടതായി. എന്നിട്ട് റോയ് അത് സ്വന്തമാക്കുന്നു. ഇതൊക്കെ നമ്പൂതിരി വിട്ടു. എന്നിട്ട് പറയുന്നു, ഞാൻ എടുത്ത പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഒരു വിശ്വാസം നിലനിർത്താൻ വേണ്ടി ആ പ്രൊജക്റ്റ് ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്യും, അതിൻ്റെ ജോലിക്കാരെ ഞാൻ വിട്ടതില്ല. അതൊഴിച്ച് ബാക്കി ഓഫീസ്, മേടിച്ച സ്ഥലങ്ങൾ, അങ്ങനെ നമ്പൂതിരിയെ പറ്റിച്ച കുറേ സ്ഥലങ്ങൾ CJ റോയിയുടെ കൈവശമുണ്ട്. അപ്പോൾ ധന്യ സംസാരിച്ച് തുടങ്ങിയതിലേക്ക് വരണം. എങ്ങനെയാണ് ആളുകൾ കാറ് വാങ്ങാൻ മാത്രം കഴിയുന്ന പ്രായത്തിൽ ഒരു മനുഷ്യൻ ഫ്ലൈറ്റ് വാങ്ങിയത് നമ്മളല്ലോ. CJ റോയ് തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നതാണ്, 20 കൊല്ലം മുമ്പ് ഒരു വിമാനം വാങ്ങുക എന്ന് പറയുന്നത് ഒരു സാധാരണ കോടീശ്വരന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകണമെങ്കിൽ എവിടെ നിന്നും വരുമാനം, ബിസിനസ് ചെയ്താലേ വരുമാനം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുടുംബത്തിന് അങ്ങനെ ഒരു ആസ്തി ഉണ്ടാകണം. ഇത് രണ്ടും ഇല്ലാത്തയാൾ എങ്ങനെയാണ് ഈ പണം സമ്പാദിച്ചതെന്ന് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകില്ലേ? അന്ന് മാത്രവുമല്ല, ഈ നമ്പൂതിരി ഈ റോയിയെ പുറത്താക്കിയപ്പോൾ റോയ് അവിടെ 20 കൊല്ലം എന്ന് പറയുന്നത് 2006, 2007 ആ കാലഘട്ടത്തിലായിരിക്കും. 2006, 2008 സമയത്തൊക്കെയാണ് ഈ റോയ് പുതിയ കമ്പനി തുടങ്ങുന്നത്. ഈ സമയത്ത് റോയ് പറഞ്ഞിരുന്നു, നിങ്ങളെയും നിങ്ങളുടെ സ്ഥാപനത്തെയും ഞാൻ മുടിക്കും അല്ലെങ്കിൽ നശിപ്പിക്കും. അതിന്റെ ഫലമായിട്ട് ഈ നമ്പൂതിരി ഒരുപാട് കേസുകളിൽ പെടുന്നുണ്ട്. കുറെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെ ഇളക്കി വിട്ട് നമ്പൂതിരിക്കെതിരായിട്ട് പ്രശ്നമുണ്ടാകുന്നു. എന്തിന് ജയിലിൽ പോകേണ്ട സ്ഥിതി വരെ ഉണ്ടാകുന്നു. മാത്രമല്ല ആ കുടുംബം ഈ ശിഥിലമാകുന്നു. കുടുംബത്തോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയായിരുന്നു ഈ നമ്പൂതിരി. സ്വന്തം മകളെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുടുംബവുമായിട്ട് എത്രത്തോളം അടുത്ത് ഇടപഴകുന്ന ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. ആ കുടുംബത്തെ തകർക്കാൻ റോയ്ക്ക് സാധിച്ചു എന്നല്ലേ ഈ ഓഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും ഈ വലിയ ബിസിനസ്സുകാരെ കഥകളൊക്കെ എനിക്ക് അങ്ങനെ കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ഭയങ്കര നമ്മളിതൊന്നും
ഓരോരുത്തർ കഷ്ടപ്പെടുന്നു, അവർ സമ്പാദിക്കുന്നു. ഇപ്പൊ പലരും പറയുന്നത് പണമുള്ളവരെ കാണുമ്പോൾ നമുക്ക് എന്താ അസൂയ തോന്നുന്നു, കുശുമ്പ് തോന്നുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ കഷ്ടപ്പെട്ട് പക്ഷെ സമ്പാദിക്കുന്നത് കഷ്ടപ്പെട്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെടും. പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ആ നമ്പൂതിരിയെ കുറിച്ചാണ്. ഇന്നലെ മുതൽ എൻ്റെ മൈൻഡ് മുഴുവൻ അദ്ദേഹത്തെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. അതായത് ഒന്ന് ആലോചിക്കൂ, 2005 മുതൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, മാനസിക വിഷമം, മാനസിക സംഘർഷം, അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടും അത് അനുഭവിക്കാൻ പറ്റാത്ത, ഒരാളെ വിശ്വസിച്ചതിന്റെ പേരിൽ മാത്രം അയാൾ അനുഭവിച്ച ചതി, അയാൾ അനുഭവിക്കേണ്ടി വന്ന വേദന, മാനഹാനി, മാനനഷ്ടം, ആള് കേസിൽ കുടുങ്ങി ജയിലിൽ പോയി. ആ മനുഷ്യന്റെ വേദനയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ട്? ഇപ്പോഴും എവിടെയോ അദ്ദേഹം പിന്നെ കേരളത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെന്ന് പറയുന്നുണ്ട്. എവിടെയാണെങ്കിലും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. മാത്രമല്ല ഈ വ്യക്തി അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, റെയ്ഡ് നടത്തണം. റെയ്ഡ് നടത്തി റോയിയുടെ ഓഫീസിൽ നിന്ന് കണ്ടുകിട്ടുന്ന ചില രേഖകൾ ഒരു പക്ഷേ ഈ നമ്പൂതിരി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇനിയുള്ള കാലം അത്രയും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന പലതും അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ബി നിലവറയാണ് റോയിയുടെ ഓഫീസ്. പല ചതികളുടെയും ഒരു വലിയ ശേഖരം അവിടെയുണ്ട്. അതൊക്കെ പുറത്തെടുത്താൽ പലരുടെയും കണ്ണീര് പറ്റുമെന്നാണ് പറയുന്നത്. അതായത് റോയി പണക്കാരനായതുകൊണ്ടോ, റോയി കാറ് വാങ്ങിയതുകൊണ്ടോ, റോയിക്ക് വിമാനമുള്ളതുകൊണ്ടോ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അതൊക്കെ റോയിക്കും റോയിയുടെ കുടുംബത്തിനും റോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ റോയിക്ക് ഭാര്യയും മക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ കൂടെ നിന്ന് ഒരാളെ ചതിച്ച് അയാളുടെ കുടുംബം ഇല്ലാതാക്കി, അയാളുടെ മനസ്സമാധാനം ഇല്ലാതാക്കി, തെറ്റ് ചെയ്യാത്ത ആളെ ജയിലിലേക്ക് പറഞ്ഞു വിട്ട് ആരെന്ത് നേടിയാലും അത് നിലനിൽക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോ നമ്മൾ കണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ വാർത്തകൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഈ കുടുംബവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ ഓഡിയോ ശബ്ദം തന്നെ, അല്ലെ ഓഡിയോ ക്ലിപ്പ് തന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ പ്രേക്ഷകര്. അപ്പൊ നമ്മൾ ആരെയും വെള്ള പൂശാനോ ആരെയും കറുപ്പ് ചായ അടിക്കാനോ ശ്രമിക്കുന്നില്ല. യാഥാർത്ഥ്യം പുറത്തു പറഞ്ഞാൽ എത്രയോ കാലമായി നീറിക്കിടക്കുന്ന നമ്പൂതിരിക്ക് ഒരു പക്ഷേ ഈ റോയി കണ്ടെടുത്ത അല്ലെ റോയിയുടെ പേരുള്ള ആസ്തികളുണ്ടല്ലോ, അതേക്കുറിച്ച് ഇനി ഇഡി ഒരു റെയ്ഡ് നടത്തുന്നു. പുനരന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ പിന്നിലേക്ക് പോയാൽ ഈ വസ്തുവിന്റെ ഒക്കെ യഥാർത്ഥ ഓണർ ആരാണെന്ന് കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ് ഈ ഓണർഷിപ്പ് മാറി കണ്ടെത്താൻ, പണം കൊടുത്തോ എന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ പണം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ആ പണം കൊടുത്തു കഴിഞ്ഞാൽ തകർന്നു പോയ ആ കുടുംബത്തെയോ ആ കുടുംബത്തിന്റെ ബിസിനസിനെയോ ഒന്ന് കരകയറാൻ അത് സഹായകമാവുകയില്ല. അങ്ങനെ ചെയ്യട്ടെ. ഈ റോയി ജീവിച്ചിരുന്നപ്പോൾ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പുറകെ നിങ്ങൾ പോവാത്തെന്നൊക്കെ പലരും ചോദിക്കുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ അന്ന് ഭയമുണ്ട്. കാരണം നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. ഈ 25 ബോഡി ഗാർഡിനെയൊക്കെ കൊണ്ട് നടക്കുന്ന മനുഷ്യൻ അദ്ദേഹം വലിയ ഡോൺ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല അതിന്റെ കാര്യം, കാരണം അദ്ദേഹത്തിന് അത്രത്തോളം പൈസയുടെ ബലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തന്നെ ഉണ്ടാവും എന്നുള്ള ഭയം നമുക്കുണ്ടാകാം, പലർക്കും അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അതിനുശേഷമാണ് റോയി മരിച്ചതിന് ശേഷമല്ലേ ക്രിസ്റ്റൽ ഗ്രൂപ്പും ഈ കാര്യങ്ങളും ഈ അലിഗേഷൻസും ഒക്കെ പുറത്തു വരുന്നത്. അപ്പൊ ഇത് പറയാൻ വെമ്പി നിന്ന ഒരുപാട് പേർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കാതെ കിടന്ന് ചിലയ്ക്കുന്നവരോടും വിഡ്ഢിത്തം വിളമ്പുന്നവരോടും ഈഗോ കാണിക്കുന്ന ചില മൂരാച്ചികളായ ചില പടുകിഴവന്മാരോടും ഒന്നും പറയാനില്ല.